സാർ ഇപ്പൊ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് എ.ഐ. ആൻഡ് ഡേറ്റാ സയൻസ്. ശരിക്കും എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റാ സയൻസ് എന്ന് പറഞ്ഞാല്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് പറയുമ്പോൾ അതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ മിമിക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഡിസൈൻ ചെയ്യാനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുമ്പൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ കോഡിംഗ് ബേസ്ഡ് ആണ് ഓരോ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് ഡാറ്റ ഡ്രിവണായി മാറി. ഒരു ഡാറ്റനെ ബേസ് ചെയ്തിട്ടാണ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നടക്കുന്നത്. അത് അവിടെ ഒരു ഇൻ്റലിജൻസ് ഉണ്ട്. ഓക്കെ, പഴയ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് അതിനായിട്ട് സ്വന്തമായിട്ടൊരു ഡിസിഷനായിട്ട് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിസ്റ്റംസിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ സയൻസ് പറയുമ്പോൾ അതൊരു കമ്പ്യൂട്ടർ സയൻസിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും കൂടെയും ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു സയൻസാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഊബർ എന്ന് പറഞ്ഞൊരു കമ്പനി നമുക്ക് അനലൈസ് ചെയ്യാം. ഊബർ അറിയാം, എല്ലാം ഒരു ട്രാൻസ്പോർട്ടേഷൻ ടാക്സി സർവീസസ് ആണ്. ഓക്കെ, മാനേജ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഊബർ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി, നമുക്കൊരു മാള പോലെ ഒരു ടൗൺ എടുക്കാം. അവിടെ എപ്പോഴും 3 പേര് ഊബർ ടാക്സി ബുക്ക് ചെയ്യുന്നുണ്ട്. 3 പേര്. ഓക്കെ, പക്ഷെ അവിടെ എപ്പോഴും 5 ടാക്സി എപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 2 ടാക്സി എക്സ്ട്രാ ആണ്. അപ്പോൾ ഊബറിന് അത് നഷ്ടമാണ്. അവരെ വേക്കൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അവരുടെ സർവീസസ് യൂസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അത് ലോസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സിറ്റിയിലും ഇവരുടെ അവിടുത്തെ ഡാറ്റ അനലൈസ് ചെയ്യും. ആ ഒരു സിറ്റിയിൽ സ്ഥിരമായിട്ട് എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻസ് എന്താണ് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ, ഇപ്പോൾ മഴയുണ്ടോ അല്ലെങ്കിൽ വെയിലുണ്ടോ. അപ്പോൾ ഓരോ നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ടാക്സിയൊക്കെ വിളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ആ സിറ്റിയിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്നുണ്ടോ, ഈ ഡാറ്റ എല്ലാം കളക്ട് ചെയ്തിട്ടാണ് അവരൊരു ഡിസിഷനിൽ എത്തിക്കണം. ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് അറ്റ് എ പോയിന്റ് എത്ര ടാക്സി സർവീസസ് വേണം എന്നുള്ളത് വരുന്നത്. അപ്പോൾ അതൊരു ബിസിനസ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യണം അവിടെ. ഓക്കെ, അതാണ് ഡാറ്റ സയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് പറഞ്ഞൊരു മേഖലനെ പറ്റിയിട്ട് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ. അപ്പൊ ബിടെക് കമ്പ്യൂട്ടർ സയൻസും ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉണ്ട്. ശരിക്കും ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ ഇന്നത്തെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇൻഡസ്ട്രി ഡിമാൻഡ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും ഡിമാൻഡുള്ള സ്കിൽ സെറ്റ്സ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റ സയൻസ്, റോബോട്ടിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, സൈബർ സെക്യൂരിറ്റി, ഇതൊക്കെയാണ് മോസ്റ്റ് ഡിമാൻഡ് സ്കിൽസ്. അപ്പോൾ ഇതൊക്കെ എല്ലാം ഇൻഡസ്ട്രി ഡിമാൻഡിനോട് അനുസരിച്ച് ഉള്ള ഒരു കരിക്കുലമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബിടെക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു മോസ്റ്റ് ഇന്നോവേറ്റീവും ഇൻഡസ്ട്രി റെഡി കരിക്കുലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കമ്പ്യൂട്ടർ സയൻസ് നേരെ മറിച്ച് കമ്പ്യൂട്ടർ സയൻസ് ഇൻഡസ്ട്രിയിലെ ബ്രോഡായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ലെവൽ കോഴ്സാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു ഫണ്ടമെൻ്റൽസ് ആണ് കമ്പ്യൂട്ടർ സയൻസിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇൻ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ നമുക്ക് കോഴ്സിനോടൊപ്പം തന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മേഖല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ്, വെബ് ആപ്ലിക്കേഷൻസ്, പ്രോഗ്രാമിംഗ് സൈഡ്, സൈബർ സെക്യൂരിറ്റി, ഇതിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ സാർ ഇപ്പൊ പറഞ്ഞു കമ്പ്യൂട്ടർ സയൻസ് ബേസിക് ആണ്, ഫൗണ്ടേഷൻ ആണെന്ന്. അപ്പോൾ ഫൗണ്ടേഷൻ ആയ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നതായിരിക്കില്ലേ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനേക്കാളും നല്ലത്? അങ്ങനെയില്ല, വരുന്നില്ല. ഇപ്പോൾ കരിക്കുലം നമുക്ക് നോക്കുകയാണെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കരിക്കുലം, ബിടെക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസിൻ്റെ കരിക്കുലത്തിലും ഓൾമോസ്റ്റ് 70% സബ്ജക്ട്സ് മാച്ചിങ് ആണ്. ഓക്കെ, ഈ 70 സബ്ജക്ട്സും ഫോക്കസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ കോൺസെപ്റ്റ്സ് ആണ്, ബേസിക്സ് ആണ്. ബേസിക്സ് ആണ്. ഓക്കെ, പ്രോഗ്രാമിങ്ങിൻ്റെ ആയാലും പിന്നെ ഡാറ്റ സ്ട്രക്ചർ കോൺസെപ്റ്റ്സ് ആയാലും എല്ലാ ഫൗണ്ടേഷൻസും 2 കരിക്കുലത്തിലും കവർ ചെയ്യുന്നുണ്ട്. എയിൽ കുറച്ചും കൂടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഫോക്കസ് കൊടുക്കുന്നു, ഡാറ്റ സയൻസിൽ ഫോക്കസ് കൊടുക്കുന്നു, മെഷീൻ ലേണിംഗിൽ ഫോക്കസ് കൊടുക്കുന്നു. അതാണ് വ്യത്യാസം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ സ്കിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എയിൽ വേണമെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്യാം, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗിൽ സ്പെഷ്യലൈസ് ചെയ്യാം, ഡാറ്റ സയൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. സാറിനോട് ഇപ്പോൾ ചോദിക്കുകയാണ്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണോ അതോ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണോ കൂടുതൽ ഫ്യൂച്ചർ സ്കോപ്പിക് എന്ന് ചോദിച്ചാൽ സാർ എന്തായിരിക്കും പറയാ? ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സ് എന്തായാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് തന്നെയാണ്. ഓക്കെ, കാരണം കരിക്കുലം ഇൻഡസ്ട്രീൻ്റെ റിക്വയർമെൻറ്റ്സിനായിട്ട് ഏറ്റവും അധികം മാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റഡിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൗണ്ടേഷനാണ് എല്ലാത്തിൻ്റെയും. പക്ഷേ അവർക്ക് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സും പേഴ്സണൽ സ്കില്ലനുസരിച്ച് ഏത് മേഖലയിലേക്ക് പോകാമെന്നുള്ളതിൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത കുട്ടികൾക്കും വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് വരാം, സൈബർ സെക്യൂരിറ്റിയിലേക്ക് പോകാം, വെബ് ആപ്ലിക്കേഷനിലേക്ക് പോകാം, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിലേക്ക് പോകാം, റോബോട്ടിക്സിലേക്ക് പോകാം. ഓപ്ഷൻസ് മൾട്ടിപ്പിൾ ആണ്. എയിലാവുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ആ സിലബസ് ഇൻഡസ്ട്രിയുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് മാപ്ഡ് ആണ്. അതാണ് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവ് CS കാരുടെ ജോബിനെ എങ്ങനെയായിരിക്കും എഫക്ട് ചെയ്യാൻ പോകുന്നത്?
മാം ഒരു കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫസറാണല്ലേ? ഓക്കെ, ഫൈൻ. ഇപ്പോൾ മാം കണ്ടിട്ടുള്ളത് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ്സ് ഏതൊക്കെ മേഖലയിലാണ് എൻട്രി ലെവൽ ജോബ്സിലേക്ക് പോകുന്നത്? യൂഷ്വലി കോഡിംഗ്, ഡെവലപ്പിംഗ്, ഓക്കെ. ടെസ്റ്റിംഗ് ഈ ഇതിലാണ്. മാം കേഴ്സർ, ലവബിൾ അല്ലെങ്കിൽ ബോൾട്ട് ഇതുപോലത്തെ ടൂൾസൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ എല്ലാ ജോബ്സും വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻ്റ് ആയാലും കോഡിംഗ് ആയാലും ഈ പറഞ്ഞ AI ഏജൻസ് വളരെ വൃത്തിയായിട്ട് ചെയ്യും, വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യും. ഓപ്പൺ എയുടെ തന്നെ O3 മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഇന്ന് വേൾഡിൽ തന്നെ ബെസ്റ്റ് ഒരു 200 ഡെവലപ്പേഴ്സ് ചെയ്യാൻ പറ്റുന്ന അത്രയും എഫിഷ്യൻസിയോടുകൂടി കോഡിങ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഓപ്പൺ എയുടെ O3. ഒരു കമ്പനി പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ O3 മോഡൽസ് കുറേ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ റുട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡെവലപ്പിംഗ് കോഡിംഗ് ഒക്കെ ഉള്ള ജോബ് മിനിമൈസ് ചെയ്യാൻ അവർക്ക് സാധിക്കും. അപ്പോൾ തീർച്ചയായും അതിനൊരു എഫക്റ്റ് ഉണ്ടാവാൻ പോവുകയാണ് ഇനി ഫ്യൂച്ചറിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഈ എൻട്രി ലെവൽ ജോബ്സിനെ കുറേ അധികം ബാധിക്കും. ഓക്കെ, പക്ഷേ ജോബ് റോൾസാണ് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്, ജോലിയല്ല മാറാൻ പോകുന്നത്. അപ്പോൾ ജോബിൻ്റെ നേച്ചർ ഇവോൾവ് ചെയ്ത് വരും. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിലും AI ആണെങ്കിലും അവർ ഇനീഷ്യലി ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോർട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ജോബാണ് അവർ ചെയ്യാൻ പോകുന്നത്. എന്താണ്, AI ഏജൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു റോൾസാണ് അവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവർ എൻട്രി ലെവൽ വർക്ക് ചെയ്യും. 100 പേര് വേണ്ടടുത്ത് ഇന്ന് 10 പേര് മതി. ആ 10 പേര് AIൻ്റെ ടൂൾസും എല്ലാം സഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ഫൗണ്ടേഷനോടുകൂടി AIയുടെ ടൂൾസൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു സ്കിൽ സെറ്റാണ് വേണ്ടത് ഇന്നത്തെ കാലത്ത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് കുറച്ചും കൂടിയും ഇഫക്റ്റീവായിട്ട് ഇപ്പോൾ നമ്മൾക്ക് ഒരു ഫ്യൂച്ചറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല, പഠിക്കാൻ വളരെ സേഫായിട്ട് പെർസ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് എന്നത്. ഓക്കെ.